ഒരുപാട് നാൾ നീണ്ടു നിന്ന ചർച്ചകൾക്കും തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ ദേ കർണാടകയിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് DK ശിവകുമാർ മന്ത്രിയായിട്ട് വരികയാണ്. അപ്പോൾ സിദ്ധരാമയ്യ ശരിക്കും പറഞ്ഞാൽ സംതൃപ്തനല്ല അതിൽ. ഇപ്പോൾ പാർട്ടിയിലുള്ളവർ തന്നെ പലരും സിദ്ധരാമയ്യ മാറണ്ട എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതിങ്ങനെ എന്തായിരിക്കും പിന്നീട് മാറി മറിയുന്നത്? ഇത് ഇപ്പോൾ രണ്ടായാലും DK ശിവകുമാറോട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അത് ഇതിനു മുൻപ് തന്നെ അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ആര് സിദ്ധരാമയ്യ. കാര്യം 5 വർഷത്തെ ടൈമിൽ 2.5 വർഷം വീതമായിരുന്നു ഓരോരുത്തരും വെച്ച് മാറാം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായിട്ട് സിദ്ധരാമയ്യയോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായത്. കാരണം ഈ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേക്ക് അവിടെ കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് DK ശിവകുമാറാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ഈ സിദ്ധരാമയ്യ അവസാനം വിഷയമുണ്ടാക്കി. അവസാനം കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാൻ പറ്റിയില്ല. ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ദൗർബല്യമൊക്കെ മുതലെടുത്തുകൊണ്ടാണ് സിദ്ധരാമയ്യ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് കർണാടകത്തിൽ വരുന്നത്. മാത്രമല്ല അദ്ദേഹം പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നാക്ക വിഭാഗത്തിൻ്റെ ഇപ്പോൾ കർണാടകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട ഈ കമ്മ്യൂണൽ ഇക്വേഷൻസാണ്. അപ്പോൾ അവിടെ ഈ ഒരു 70% ഉള്ളവർ OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ബാക്കിയുള്ളവരാണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതും 2-3% ഉള്ള ഒരു ബ്രാഹ്മണ സമുദായത്തിൽ അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളെന്നൊക്കെ പറയുന്നത് ലിംഗായത്ത്, ഒക്കലിംഗ, കുറുബ. അപ്പോൾ ഇദ്ദേഹം ഈ കുറുബ വിഭാഗത്തിൽപ്പെട്ട ഒരു പിന്നോക്ക വിഭാഗക്കാരൻ ആര് സിദ്ധരാമയ്യ. അപ്പോൾ ആ കുറുബ വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ OBC 2Aയിലാണ് നടക്കുന്നത്. അതായത് OBC തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗം എന്നുള്ളതാണ് OBC വിഭാഗത്തിൽ കർണാടകത്തിലെ 2A എന്ന് പറയുന്നത്. അതിന് ആ കുറുബ വിഭാഗത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു വലിയ ആവശ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വിഭാഗത്തെയാണ് ഈ സിദ്ധരാമയ്യ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമുദായം കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 10% താഴെ 7-10 ഇടയ്ക്ക് ശതമാനത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ്. അതേപോലെ തന്നെ ലിംഗായത്തും ഒക്കലിംഗയും. അപ്പോൾ ഈ ഒക്കലിംഗയാണ് ലിംഗായത്തിനെക്കാട്ടി ലേശം കൂടെ മുകളിൽ നിൽക്കുന്നത്. ഇതെല്ലാം പിന്നോക്കമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹം ഒക്കലിംഗക്കാരനാണ് ആര് ഈ DK ശിവകുമാർ. അപ്പോൾ എല്ലാവരുടെ പിന്നിലും ഈ ഒരു പശ്ചാത്തലം നമ്മളെപ്പോഴും ഇവിടെ കർണാടകത്തിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2.5 വർഷമായപ്പോൾ ഈ സിദ്ധരാമയ്യ 2.5 വർഷം കഴിഞ്ഞപ്പോൾ മാറാൻ തയ്യാറായില്ല. ഒരു കാരണവശാലും മാറില്ല എന്നുള്ള നിലപാട് സിദ്ധരാമയ്യ എടുത്തു. അവസാനം കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണ്. അപ്പോൾ KC വേണുഗോപാലൊക്കെ ഇടപെട്ട് ശ്രമിച്ചിട്ടും സിദ്ധരാമയ്യ മാറാൻ തയ്യാറായില്ല. പക്ഷേ ഒരു കലാപത്തിന് പോകണ്ട എന്ന് കരുതിയിട്ട് DK ശിവകുമാർ വീണ്ടും തുടരുകയുണ്ടായി. തീർച്ചയായിട്ടും എന്തെങ്കിലും ഉറപ്പൊക്കെ കിട്ടി കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ നാളായിട്ട് ഈ മുഖ്യമന്ത്രി പദം പിന്നെ ഈ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും DK ശിവകുമാറിന് ലഭിക്കാത്തതിൻ്റെ അസ്വസ്ഥതകളും അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും കർണാടക കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുകയുന്നുണ്ട്. അത് ഒരു പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ശേഷി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പം ശിവകുമാർ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കൂട്ടരും സിദ്ധരാമയ്യയും ശിവകുമാറും എല്ലാം ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും മറ്റുള്ളവരുമായിട്ടെല്ലാം വളരെ ദീർഘമായ ചർച്ച നടത്തിയിരുന്നു KC വേണുഗോപാൽ. പക്ഷേ അന്നേരം KC വേണുഗോപാൽ വന്നിട്ട് നമ്മൾ മാധ്യമങ്ങളോട് പറയുന്നത് അങ്ങനൊരു ചർച്ചയെ നടന്നിട്ടില്ല, അത് കളവാണ്, കേൾക്കുന്നവർക്കും അറിയാം, അത് അദ്ദേഹത്തിനും അറിയാം. പക്ഷേ എങ്കിലും അങ്ങനെയാണ് KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ എല്ലാ ആ സമയത്തും ഈ പറഞ്ഞ തീവ്രമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഒടുവിലാണ് ഇപ്പം ഇത് ചെയ്തില്ല എങ്കിൽ കോൺഗ്രസ്സിൽ ഇവിടുത്തെ കർണാടകത്തിലെ കളി മാറും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒഴിയാൻ തയ്യാറാവുന്നതും ഇന്നിപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സിദ്ധരാമയ്യ. ഇനിയിപ്പോൾ സിദ്ധരാമയ്യയ്ക്ക് അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിക്കാനായിട്ട് ഇതിനിടയ്ക്ക് മറ്റു ചില പ്രൊപ്പോർഷൻസ് ഇടയ്ക്ക് ചർച്ചയ്ക്കുണ്ടായിരുന്നു. സിദ്ധരാമയ്യ മാറിയിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ കുറച്ചാൾ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നുള്ള ആഗ്രഹം വരുമെന്നൊക്കെയുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അതെല്ലാം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചർച്ചയുടെ ഇടയിൽ
പൊന്തി വന്ന ചില സംഗതികളാണ്. അപ്പോൾ ഇപ്പോൾ എന്നിട്ട് ഈ സിദ്ധരാമയ്യയ്ക്ക് അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിക്കാനായിട്ട് രാജ്യസഭാ സീറ്റ് കൊടുക്കാം, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലൊരു മാന്യമായ സ്ഥാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും സിദ്ധരാമയ്യ അങ്ങനെ പെട്ടെന്ന് വഴങ്ങുന്ന ഒരു കക്ഷിയല്ല. അപ്പോൾ അതാണ് ഇനിയിപ്പം കോൺഗ്രസ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സിദ്ധരാമയ്യ അദ്ദേഹത്തിന് പ്രായമുണ്ടെങ്കിലും ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലുള്ള പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള മനുഷ്യനൊന്നുമല്ല സിദ്ധരാമയ്യ. ഇപ്പോഴും വളരെ കർണാടക രാഷ്ട്രീയത്തിലുള്ള ശക്തനാണ്. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും നാൾ മുഖ്യമന്ത്രിയായി തുടർന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് കർണാടക രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം. കാര്യം അദ്ദേഹത്തിൻ്റെ ഈ കുറുബ വിഭാഗം ഈ പറഞ്ഞ 7, 8, 9, 10% വരുന്ന ഒരു പോപ്പുലേഷനാണ്. അപ്പോൾ അതേപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിൻ്റെതായ ഈ അദ്ദേഹത്തിൻ്റെ അനുകൂലികളും ഒക്കെ വളരെ ശക്തരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതേസമയത്ത് ശിവകുമാർ വളരെ പോപ്പുലറാണ്. ശിവകുമാറിന് സാമ്പത്തികമായിട്ട് വളരെയധികം എന്താ പറയുക ഒരു ക്ഷാമമുള്ള കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ അവിടെ ഈ ഒരു കാര്യം ഉറപ്പായി, ഈ സിദ്ധരാമയ്യ വിഭാഗവും DK ശിവകുമാർ വിഭാഗവും ഒരു 2 വിഭാഗമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സിദ്ധരാമയ്യ വിഭാഗം ഇനി അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുന്നത്. സിദ്ധരാമയ്യ രണ്ടായാലും ഈ അവിടെ രാജ്യസഭാ സീറ്റ് തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ രാജ്യസഭാ സീറ്റ് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ പിടിച്ചെന്താക്കുക, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പകരം പിടിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനുള്ള സാധ്യതയും കുറവാണ്. കാര്യം ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ പാർട്ടി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസ്സേ ഉള്ളൂ. പേരിന് വേണ്ടി മാത്രം അവിടെ ഹിമാചലിലൊക്കെ ഉണ്ട് നമുക്ക് പറയാം, പിന്നെ അല്ലെങ്കിൽ തെലുങ്കാനയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സിദ്ധരാമയ്യ ഈ ഒരു കടുംപിടുത്തം പിടിക്കുന്നത് അതാണ് രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം സിദ്ധരാമയ്യ ഇനി മാറിയിട്ട്, കാരണം ഇപ്പോൾ പ്രാദേശിക പാർട്ടികളുടെ കാലവും കൂടിയാണത്. അപ്പോൾ ഇനി പ്രാദേശികമായിട്ട് ഇനി അദ്ദേഹം എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയും അവിടെ എല്ലാ അവസരങ്ങളും നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ പഴയതുപോലെ പിന്നെ രാഷ്ട്രീയ അസ്പൃശ്യതയൊന്നും പാർട്ടികൾ തമ്മിലില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ ഇല്ലയോ? ഇനിയിപ്പം മന്ത്രിസഭ റീഷഫിൾ ഉണ്ടാവും. മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് കയറുന്ന സമയത്ത് മന്ത്രിസഭ റീഷഫിളിങ്ങും മന്ത്രിസഭ പുനഃസംഘടനയുണ്ടാവും. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന ഒരു പുതിയ കുറേ മുഖങ്ങൾ മന്ത്രിസഭയിൽ വരും. അതേപോലെ സിദ്ധരാമയ്യ അനുകൂലിച്ചിരുന്ന ചില ആൾക്കാർ മന്ത്രിസഭയിൽ നിന്ന് പോകും. അങ്ങനെയൊക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുമാത്രം അസ്വസ്ഥതയായിരിക്കും കർണാടക കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്നുള്ളത് നമുക്കിനി അത് കാത്തിരുന്നേ പറയാൻ പറ്റുള്ളൂ. രണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, സിദ്ധരാമയ്യ വളരെ ശക്തമായിട്ട് തനിക്ക് രാജ്യസഭാ സീറ്റ് കൊണ്ട് താല്പര്യമില്ല എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് സിദ്ധരാമയ്യയുടെ നീക്കം. ഇനിയിപ്പോൾ ഈ മുഖ്യമന്ത്രിയായി പദം DK ശിവകുമാർ ഏറ്റെടുത്ത് മന്ത്രിസഭ പുനഃസംഘടനയൊക്കെ വരുന്ന സമയത്ത് അസ്വസ്ഥരുണ്ടാവും അല്ലേ? മന്ത്രിസ്ഥാനം പോകുന്ന മന്ത്രിമാർക്കൊക്കെ അസ്വസ്ഥരാകും. അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഓരോരോ സങ്കേതങ്ങളും പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എങ്ങനെ ആയിരിക്കും ഇനി പുതിയ നീക്കങ്ങളെന്നുള്ളത് നമ്മൾ കണ്ടത്. വളരെ പകിട്ടാർന്ന ഒരു വിജയവുമായിട്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ആ പകിട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും DK ശിവകുമാറാണ്. അദ്ദേഹത്തിന് അത് കാരണം മുഖ്യമന്ത്രി ആകും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കും വിരുദ്ധമായിട്ടാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി വന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആ ഒരു പകിട്ട് രണ്ടായാലും നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 2.5 വർഷം ആയപ്പോൾ തന്നെ സിദ്ധരാമയ്യ ഒഴിയാതിരുന്നപ്പോൾ തന്നെ ആ പകിട്ട് നഷ്ടപ്പെട്ടു. അന്ന് മുതൽ കർണാടകത്തിൽ ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ രണ്ടായാലും ഈ 2 വിഭാഗങ്ങൾ അവിടെ തിരിയുകയാണ്. ഇപ്പോൾ സിദ്ധരാമയ്യയെ അനുകൂലിക്കുന്നവരും DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന 2 പേർ തിരിയുന്നുണ്ട്. അപ്പോൾ രണ്ടായാലും അത്ര ശുഭകരമായ ഒരു ഭാവിയല്ല കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും BJP ഇത്തരം ഈ അവസരത്തെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു.